എന്താ അഞ്ജലി, ഇന്ന് അടുക്കളയിൽ വലിയ യുദ്ധാണല്ലോ. അല്ല പായസമോ ആണോ? ഒന്നും മിണ്ടാതിരിക്കോ. BTS മ്യൂസിക് കേട്ടുകൊണ്ട് വേണം കുക്ക് ചെയ്യാൻ, എങ്കിലേ ടേസ്റ്റ് വരൂ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന കൊറിയൻ സ്റ്റൈൽ ഉപ്മാവാ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. കൊറിയൻ സ്റ്റൈൽ ഉപ്മാവോ? അതെന്താ? അതിന് ഉപ്പിനും പകരം സോയ സോസ് ആണോ ഇടുന്നത്? കളിയാക്കണ്ട. ഇത് കഴിച്ചു കഴിഞ്ഞ് ഏട്ടൻ എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരും. അത്രയ്ക്ക് ഡെഡിക്കേഷനാണ് ഞാൻ ഇതിൽ കൊടുക്കുന്നത്. അതുകൊണ്ട് സൂപ്പർ ആയിരിക്കും. ഉമ്മ തരാൻ എനിക്ക് ഉപ്മാവ് വേണമെന്നില്ലല്ലോ. നീ ഇങ്ങനെ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ തന്നെ ഒന്ന് പോയേട്ടാ. അല്ല, എനിക്കൊരു സംശയം. ഉപ്മാവ് റവ ആയിട്ടാണോ ഉണ്ടാക്കുക? ആ പയ്യൻ കൊള്ളാല്ലേ അഞ്ജലി? നല്ല വെളുത്തിട്ട് BTS കുക്കിനെ പോലെയല്ലേ? അതെ, അവൻ്റെ ഹെയർ സ്റ്റൈൽ കണ്ടോ? അയ്യോ ഏട്ടാ, ഞാനത് വെറുതെ. വിക്രമേട്ടാ, ആ പയ്യനെ കണ്ടോ? BTS ജയോപ്പിൻ്റെ ഏകദേശം അതേ മൂക്കും കണ്ണുമാണ്. എന്തൊരു ഐശ്വര്യം നോക്കിയേ. ആണോ? എന്നാ പിന്നെ അവൻ്റെ അടുത്ത് പോയി 2 ഫോട്ടോ എടുത്താലോ? ഐശ്വര്യം നിന്റെ മുഖത്ത് കൂടെ അടിക്കട്ടെ. അയ്യോ വേണ്ട ഏട്ടാ, അവൻ വിചാരിക്കും എനിക്ക് അവനെ ഇഷ്ടമാണെന്ന്. ഞാൻ വെറുതെ ഒരു ആർട്ട് എന്ന നിലയിൽ നോക്കിയതല്ലേ. വായനോട്ട് നിന്റെ ഹോബിയാണെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് നിനക്കൊരു എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു ഫുൾ ബോഡി ആർട്ട് ഞാൻ കാണിച്ചു തരാം. നല്ലോണം നോക്കി പഠിക്കാലോ. ഏട്ടൻ പടം വരക്കോ? എനിക്ക് പണ്ട് മുതലേ ഡ്രോയിങ് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴാണ് കാണിച്ചു തരുന്നേ? പടം വരക്കുന്നതല്ല അഞ്ജലി, നീ അത് നേരിട്ട് കാണുമ്പോൾ നിനക്ക് മനസ്സിലാവും. കുറച്ച് ഡീപ്പായിട്ടുള്ള ആർട്ടാണ്. ആണോ? ഡീപ്പാണെങ്കിൽ നല്ലത് തന്നെ. എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണുന്നതാണ് ഇഷ്ടം. വിക്രമേട്ടാ, ഈ റീൽസിലെ പയ്യൻ എന്തൊരു ക്യൂട്ടാ. നല്ല മസിലൊക്കെ ഉണ്ടല്ലേ. മസിലോ? ഇതാണോ മസില്? എൻ്റെ പൊന്നു പെണ്ണെ, ഇതിലപ്പുറം എൻ്റെ അടുത്തുണ്ട്. പക്ഷെ നീ കാണുന്നില്ലല്ലോ. നിനക്ക് എന്നെ നോക്കാൻ എവിടെ നേരം? ഏട്ടൻ എന്തിനാ ദേഷ്യം വരുന്നേ? ഞാൻ വെറുതെ നോക്കിയതല്ലേ. എനിക്ക് ദേഷ്യമൊന്നുമില്ല. പക്ഷേ നിന്റെ മുന്നിൽ ഇത്രയും നല്ലൊരു ഐറ്റം ഇരിക്കുമ്പോൾ നീ എന്തിനാ വേറെ ഇങ്ങോട്ടൊക്കെ നോക്കുന്നേ? ഐറ്റമോ? ഏതൈറ്റം? ഏട്ടൻ വല്ല സാധനം വാങ്ങിയോ? അതെ, ഏറ്റവും വിലപിടിപ്പുള്ളൊരു സാധനം തന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് യൂസ് ചെയ്യാൻ നീ സമ്മതിക്കുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. അയ്യോ, എക്സ്പയറി ഡേറ്റ് വരുന്ന സാധനമാണെങ്കിൽ വേഗം യൂസ് ചെയ്തോട്ടോ, കളയണ്ട. ഞാൻ സമ്മതിക്കുന്നൊക്കെ ഉണ്ട്. എന്ത് സാധനം ഞാൻ യൂസ് ചെയ്യാൻ സമ്മതിക്കാത്തത്? എക്സ്പയറി ഡേറ്റ് ഒന്നും കഴിയില്ല അഞ്ജലി. ഓരോ ദിവസം കഴിയുന്തോറും ഇതിന് വീര്യം കുറച്ച് കൂടി വരികയുള്ളൂ. അങ്ങനൊരു സാധനം വല്ല കള്ളോ കഞ്ചാവോ? വീര്യത്തിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ അതന്നെ ആയിരിക്കും. ഏയ്, വിക്രമേട്ട അതൊക്കെ കഴിക്കോ? എന്തേലും ആവട്ടെ. അഞ്ജലി, നമുക്കിന്നൊരു ഗെയിം കളിച്ചാലോ? അതിനെന്താ, കളിക്കാലോ. ലുഡോ ആണോ അതോ ലുഡോ കിങ്ങോ? ഇതൊരു സ്പെഷ്യൽ ഗെയിമാണ്. 2 പേരും ജയിക്കുന്ന ഗെയിം. പതുക്കെ തുടങ്ങാം. അയ്യോ,
പതുക്കെ തുടങ്ങിയാൽ എനിക്ക് ഉറക്കം വരും ഏട്ടാ. നമുക്ക് സ്പീഡിൽ തന്നെ കളിക്കാം, എന്നിട്ട് വേണം കിടന്നുറങ്ങാൻ. ശരി, നിന്റെ ആഗ്രഹം പോലെ സ്പീഡിൽ തന്നെ ആക്കാം. പക്ഷെ ശ്വാസം മുട്ടരുത് കേട്ടോ. ശ്വാസം മുട്ട ഇതെന്ത് ഓട്ട മത്സരമാണോ? ഏട്ടൻ വല്ലാതെ തമാശ പറയുന്നല്ലോ. ആ ഫ്ലോ അങ്ങോട്ട് പോയി. ഇനി നാളെ കളിക്കാം, അതാ നല്ലത്. ഇല്ലെങ്കിൽ നീ ഒക്കെ കോളാക്കും. വീടിൻ്റെ ഉമ്മറത്ത് അഞ്ജലിയും ഗീതയും ഇരുന്ന് മുല്ലപ്പ് കെട്ടുന്നു. അപ്പോഴാണ് റോഡിലൂടെ പുതിയൊരു ബുള്ളറ്റിൽ ഒരു പയ്യൻ പോകുന്നത്. അഞ്ജലി കെട്ടിക്കൊണ്ടിരിക്കുന്ന പൂവ് മറന്ന് അവനെ തന്നെ നോക്കി നിന്നു. എൻ്റെ മാതാവേ, ആ ബുള്ളറ്റിൻ്റെ സൗണ്ട് കണ്ടോ? അത് ഓടിക്കുന്നവൻ്റെ ആ ഒരു സ്റ്റൈല്, ആ കണ്ണാടിയിലൊക്കെ സൂര്യനെ തട്ടി തിളങ്ങുന്നത് കണ്ടോ ആൻറ്റി? ഒടുക്കത്തെ ലുക്ക്. എടി മോളെ, അത് നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ സുരേഷിൻ്റെ മോനാ. അതിന് 19 വയസ്സേ ഉള്ളൂ. നിന്നെക്കാട്ടി 3 വയസ്സിന് ഇളയതാ. വെറുതെ വിട്ടേക്കടി. പ്രായം വേറെ നമ്പറല്ലേ ആൻറ്റി? ആ കട്ടി മീശയും ആ ഇരിപ്പും കണ്ട ആരും ഒന്ന് നോക്കി പോയില്ലേ? പ്രായം എത്ര ഉള്ളൂ എന്ന് ആരെങ്കിലും പറയോ? വിക്രം ഓഫീസിൽ നിന്ന് വന്ന് പിന്നിൽ നിൽപ്പുണ്ടായിരുന്നു. ശബ്ദം ഘടിപ്പിച്ചിട്ടൊന്ന് പറഞ്ഞവൻ. ആഹാ, എന്നാ പിന്നെ അവനെ ഇങ്ങോട്ട് വിളിക്കട്ടെ. നിനക്ക് പൂ കെട്ടാൻ അവനെ കൂട്ടിയിട്ട് തരാം. ഏട്ടൻ എപ്പോഴാ വന്നേ? ഏട്ടൻ്റെ ആ വരവുണ്ടല്ലോ, അതൊരു പ്രത്യേക സ്റ്റൈലാണ്. ഈ ബുള്ളറ്റുകാരനൊക്കെ എന്ത്? അത് ഞാൻ ആൻറ്റിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വായനോട്ട് നിർത്താൻ ഞാൻ എന്ത് ചെയ്യണം അഞ്ജലി? നിന്റെ ഈ കണ്ണ് ഞാൻ എടുത്ത് വെക്കും കേട്ടോ. എന്ത് ചെയ്യാനാ, ശീലമായിപ്പോയി. മാറ്റണം എന്ന് വിചാരിക്കും, പക്ഷെ ആരെങ്കിലും പോകുമ്പോൾ കണ്ണങ്ങനെ നീങ്ങിപ്പോവും. രാത്രി എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുന്നു. അഞ്ജലി വിക്രമിന് കഞ്ഞി വിളമ്പുകയായിരുന്നു. അഞ്ജലി, ഈ കഞ്ഞിക്ക് നല്ല ചൂടാണല്ലോ, ഒന്ന് ഊതി തരുമോ? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇതെന്താ ഏട്ടാ, ഏട്ടൻ എന്താ കൊച്ചുകുട്ടിയാണോ? ഞാൻ ഊതി തന്ന ചൂട് മാറാന്? ചേട്ടൻ അങ്ങ് ഊതി കുടിക്കുന്നേ. ചൂട് മാറാനല്ല അഞ്ജലി, നിന്റെ ഈ ചുണ്ട് എൻ്റെ അടുത്ത് വരുന്നത് കാണാനാണ് എനിക്കിഷ്ടം. അതിനു വേണ്ടിയാ. എൻ്റെ ചുണ്ട് ഏട്ടൻ്റെ അടുത്ത് വന്നാൽ ഏട്ടൻ്റെ കഞ്ഞിയുടെ ചൂട് എങ്ങനെ മാറാ? ഏട്ടൻ്റെ ചുണ്ടാണെങ്കിൽ എന്നാലും കുഴപ്പമില്ല. എൻ്റെ പൊന്നു മോനെ, ഇമാതിരി ഡബിൾ മീനിങ് ഒക്കെ പറയുമ്പോൾ അതിന് പറ്റിയ ആളോട് പറയണം, ഇല്ലെങ്കിൽ ഇതുപോലെ നിന്ന് ഉരുകിപ്പോവും. വിവാഹശേഷം മീനുവും അപ്പിയും ഒരു ട്രിപ്പിലായിരുന്നു. അത് കഴിഞ്ഞ് അവർ തിരിച്ചു വന്നു. ഉമ്മറത്തിരുന്ന് ചായ കുടിക്കുമ്പോൾ അഞ്ജലി വഴിയിലൂടെ പോകുന്നൊരു പയ്യനെ നോക്കി കമൻ്റ് അടിക്കുന്നു. എടി മീനു, ആ പയ്യനെ കണ്ടോ? കറുത്ത ടീഷർട്ട് ഇട്ടവൻ ജങ്കുക്കിനെ പോലെയല്ലേ? എന്തൊരു ക്യൂട്ടാല്ലേ? അതേ മുയലുമ്പല്ലേ. എൻ്റെ പൊന്നു ചേച്ചി, ചേച്ചിക്ക് ഇപ്പോഴും ഈ സ്വഭാവം മാറിയില്ലേ? ചേച്ചിയുടെ അടുത്തിരിക്കുന്ന ചേച്ചിയുടെ ഭർത്താവാന്ന് വല്ല ഓർമ്മയുണ്ടോ? വിക്രം, നീ ഇതിനെങ്ങനെ സഹിക്കുന്നു? മീനുവിനെ എനിക്ക് പേടിയാ. ഒന്ന് വായ നോക്കി എൻ്റെ കണ്ണവിടെ കുത്തിപ്പൊട്ടിക്കും. ആ സ്ഥാനത്ത് നീ എവിടെ സഹിക്കുന്നുണ്ടല്ലോ. എനിക്കത് ശീലമായ ബേട്ടാ. ഞാൻ ഇല്ലാത്തപ്പോൾ ഇവിടെ ആരെങ്കിലും നോക്കുന്നുണ്ടെന്നുള്ളതൊക്കെ അറിയില്ല. പക്ഷേ ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ വരുന്ന് നോക്കുന്നത് കാണുമ്പോൾ ഉണ്ടാവുന്നൊരു ഫീലുണ്ട്. ഹാ, പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ടോ മീനു, വിക്രമേട്ട പുലിയാണ്. ഏട്ടൻ അറിയാം ഞാൻ വെറുതെ ഒരു എൻ്റർടൈൻമെൻറ്റിന് നോക്കുന്നതാണ് അല്ലേ ഏട്ടാ? എൻ്റർടൈൻമെൻ്റ് ഒക്കെ പുറത്ത് മതിയടി.
രാത്രിയാകുമ്പോൾ നമ്മുടെ റൂമിൽ എനിക്കൊരു പെർഫോമൻസ് കാണിച്ചു തരണമെന്ന് മാത്രം. ഹേ, ഇന്ന് രാത്രി നമ്മൾ ബെഡ്റൂമിൽ പെർഫോമൻസോ? ഏട്ടൻ പാട്ട് പാടുമോ? എങ്കിൽ BTSന്റെ പാട്ട് പാടോ, ഞാൻ ഡാൻസും ചെയ്യാം. മീനുവും അഞ്ജലിയും അടുക്കളയിൽ തിരക്കിട്ട പണിയിലാണ്. വിക്രമും അഭിയും പതുക്കെ അവിടേക്ക് വരുന്നു. മീനുട്ടി, നമുക്ക് ഇന്ന് രാത്രി പുറത്തു പോയാലോ? ഐസ്ക്രീം കഴിക്കാം. എനിക്ക് വയ്യ അഭിയേട്ടാ, നല്ല ക്ഷീണമുണ്ട്, നമുക്ക് നാളെ പോയാൽ പോരെ? എനിക്ക് വയ്യ അഭിയേട്ടാ, നല്ല ക്ഷീണമുണ്ട്, നമുക്ക് നാളെ പോയാൽ പോരെ? അഞ്ജലിക്ക് ക്ഷീണം കാണും, പക്ഷേ ഞാൻ ഇന്ന് രാത്രി ഒരു സ്പെഷ്യൽ മരുന്ന് കരുതിയിട്ടുണ്ട്. അത് കൊടുത്ത് അവളുടെ ക്ഷീണമൊക്കെ ഒന്ന് മാറും. മരുന്നോ? എനിക്ക് ഗുളിക ഇറക്കാൻ പേടിയാ. സിറപ്പാണെങ്കിൽ ഓക്കെ. സിറപ്പുണ്ടോ? സിറപ്പല്ല അഞ്ജലി, ഇത് പതുക്കെ ടേസ്റ്റ് ചെയ്യേണ്ടി ഒന്നാ. നല്ല മധുരം ഉണ്ടാവും. കണ്ടോ മീനു, വിക്രമേട്ട എനിക്ക് മധുരമുള്ള മരുന്നൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. നീ അഭിയോട് ചോദിച്ചു നോക്കി നോക്ക്, നല്ലതാണെന്നാ പറഞ്ഞേ. ചേച്ചി, ആ മരുന്ന് ചേച്ചി എന്നാ കഴിച്ചാൽ മതി, എനിക്ക് വേണ്ട. വിക്രം, നിന്റെ ഡബിൾ മീനിങ് ഒന്നും ഈ അടുത്ത കാലത്ത് അവൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ വേറെ നമ്പർ മാറ്റി പിടിക്കുന്നതായിരിക്കും നല്ലത്. പിറ്റേ ദിവസം ഉമ്മറത്ത് മീനുവും അഭിയും അഞ്ജലി ഇരിക്കുമ്പോൾ അയൽവാസിയായ ഒരു സ്ത്രീ അങ്ങോട്ട് വരുന്നു. അല്ല ഗീതേ, നിന്റെ ഈ മൂത്ത മരുമകൾക്ക് ഇപ്പോഴും ഒരു പക്വത വന്നിട്ടില്ലല്ലേ? വഴിയിലൂടെ പോകുന്ന പിള്ളേരൊക്കെ നോക്കി ചിരിക്കുന്നത് കാണുന്നുണ്ട്. കല്യാണം കഴിഞ്ഞൊരു പെണ്ണിന് ചേർന്ന സ്വഭാവമാണോ ഇത്? നീ ഇതിനൊക്കെ ഒരു വളം വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ എൻ്റെ ഗീതേ. അത് ആൻറ്റി, ഞാൻ വെറുതെ ആയാലും അല്ലെങ്കിലും കാണുന്നവർക്ക് മോശമല്ലേ? ഇത് നിന്റെ ഭർത്താവ് കാണുന്നില്ലേ? മീനുവിനെ കണ്ടുപിടിക്ക്, അവൾ എത്ര ഒതുക്കുള്ള കുട്ടിയാ. അവളുടെ ചേച്ചിയല്ലേ നീ? അവളുടെ അത്ര പോലൊരു ഗൗരവവും പക്വതയും ഒന്നും നിനക്കില്ലേ? നീ എന്താ ഇങ്ങനായിപ്പോയേ? നിനക്ക് തന്നെ ഒരു നാണക്കേട് തോന്നുന്നില്ലേ? ആൻറ്റി, അഞ്ജലി ആരെ നോക്കണം, ആരെ നോക്കി ചിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, അല്ലാതെ നിങ്ങളല്ല. അവളുടെ ആ ചിരിയും തമാശയാണ് ഈ വീടിൻ്റെ ഐശ്വര്യം. പുറത്തുള്ളവർക്ക് വന്ന അഭിപ്രായം കൊടുക്കാൻ മാത്രം ഞാൻ ആർക്കും ഒരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ല. അവൾ എൻ്റെ ഭാര്യയാണ്. അവൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. അതിൻ്റെ അപ്പുറത്ത് ആർക്കും ഒരു പരാതി വേണ്ട. പിന്നൊരു കാര്യം, ഇന്നിവിടെ വന്ന് പറഞ്ഞത് മേലാൽ ആവർത്തിക്കരുത്. ഇന്നു മുതൽ ഈ വീടിൻ്റെ പടി പോലും നിങ്ങൾ കണ്ടുപോകരുത്. ഇപ്പം ഇറങ്ങണം ഈ വീട്ടിൽ നിന്ന്. നീ എന്തിനാ കരയുന്നേ? ഞാൻ പറഞ്ഞില്ലേ, നിനക്ക് നീയായി തന്നെ ഇരിക്ക. നിന്നെ മാറ്റാൻ ആരെയും ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ഈ അഞ്ജുവിനെ ഇഷ്ടം. ആരും എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. നീ എന്തിനാ ഇത് കാര്യാക്കുന്നേ? കരയാതിരുന്നേ.
മഴയേക്കാൾ മനോഹരമായ ഒന്നില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ചോദിക്കാം, മഴ കാണുമ്പോൾ വായനോട്ടം നിർത്താറില്ലേ? അതോ ഈ അർദ്ധരാത്രിയിലെ മഴവില്ലിനെ തടയാണോ? മഴ കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാല്ലേ, പ്രത്യേകിച്ച് അത് രാത്രിയിൽ കൂടി ആവുമ്പോൾ. അതിനെക്കാട്ടി ഒന്നുകൂടി ഫീൽ കിട്ടുന്ന കാര്യമുണ്ട്. ഈ രാത്രിയിൽ മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ സ്നേഹിക്കുന്ന ആൾ കൂടെ നിർത്തിയിട്ട് ആ മഴ ആസ്വദിക്കുന്നതിൽ ഒരു പ്രത്യേക സുഖമുണ്ട്. അതിലും നല്ല ഫീലായിരിക്കും ആ സ്നേഹിക്കുന്ന ആളെ തന്നെ വിവാഹം കഴിച്ച് അവളുടെ കൈ പിടിച്ചിട്ട് മഴ ആസ്വദിക്കുമ്പോൾ. എനിക്കിപ്പോൾ ആ ഫീലാണ്. നിന്നുകായി ജീവിക്കും ഈ നെഞ്ചിൽ എൻ ലോകമുണരും നിൻ ചിരിയിൽ, നിന്നോടുള്ള ഈ നിമിഷം എന്നായുസിന് പോരും ഒരു മധുരമം കാണവ്. ബേബി ഹി ലവ്സ് യു, ഓ ബേബി ഹി ലവ്സ് യു. വിക്രം, അഞ്ജലി നന്നായി വളക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. ഇന്നലെ രാത്രിയിലെ ബാൽക്കണിയിലെ സീനും ഡയലോഗും അടിപൊളിയായിരുന്നു. എന്ത് സീൻ? ഏട്ടൻ എനിക്ക് മഴ കാണിച്ചു തന്നതല്ലേ, അതിലെന്താ ഇത്ര റൊമാൻസ്? ചേച്ചിക്ക് അത് മഴ കാണിക്കലാവും, പക്ഷെ വിക്രമേട്ടൻ അങ്ങനെയാണെന്ന് തോന്നുന്നില്ല. ചേച്ചിക്ക് അതൊക്കെ എന്നും മനസ്സിലാവോ എന്തോ. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. വിക്രമേട്ടൻ പാവാ, എന്നെ പോലെ ഓരോന്ന് പറഞ്ഞ് പോരടിപ്പിക്കൊന്നുമില്ല. ബോറടിപ്പിക്കില്ല അഞ്ജലി, പക്ഷേ ഓരോന്ന് ചെയ്ത് ബോധ്യപ്പെടുത്തി തരും. എന്ത് ചെയ്തു തരും? ഏട്ടൻ എനിക്ക് BTSന്റെ ടിക്കറ്റ് എടുത്തു തരുമോ? ഈശ്വര, നിന്റെ കാശാണല്ലോ, അല്ലെങ്കിൽ ഇമ്മാതിരി ഡയലോഗോ. അഞ്ജു, മോൾ ഇവിടെ ഇരുന്ന് ചായ കുടിച്ചോ, ഏട്ടൻ ഇപ്പൊ വരാം. ആ ബട്ടൺ അന്ന് തുന്നി തന്നിരുന്നെങ്കിൽ ഏട്ടൻ എന്നെ ഇപ്പോഴും ഓർക്കുമായിരുന്നോ? നീ അത് തുന്നി തരാത്തത് കൊണ്ടാണ് ഞാൻ ഇന്ന് നോക്കി നടന്നത്. തുന്നി തന്നിരുന്നെങ്കിൽ നീ അതോടെ മറന്നേനെ. ചില മുറിവുകൾ തുന്നി കെട്ടാതിരിക്കുന്നതാണ് നല്ലത്. അതെന്താ, വേദന എടുക്കില്ലേ? ആ വേദന കുറച്ചുകൂടി പ്രിയപ്പെട്ടതാണ്. അതിനെയാണ് പ്രണയം എന്ന് പറയുന്നത്. നിനക്കതൊന്നും ഫീൽ ചെയ്യുന്നില്ല അഞ്ജലി? വിക്രം, ഞങ്ങൾ ഇന്നൊരു സിനിമയ്ക്ക് പോകുന്നുണ്ട്. ഒരു റൊമാൻറ്റിക് പടമാണ്. നീയും അഞ്ജലി വരുന്നോ? റൊമാൻറ്റിക് പടമോ? എനിക്കിഷ്ടമല്ല. അതിൽ ഫൈറ്റും കോമഡി ഉണ്ടെങ്കിൽ ഞാൻ വരാം. ചേച്ചി, ആ പടത്തിൽ ഫൈറ്റൊന്നുമില്ല, പക്ഷേ വിക്രമേട്ടന് ചേച്ചി ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ ആ സിനിമ സഹായിക്കുന്ന തോന്നുന്നത്. അവൾ വരില്ല ബി. അവൾക്ക് സിനിമയേക്കാൾ താല്പര്യം വീട്ടിൽ നിന്ന് വായി നോക്കാനാണ്. ആര് പറഞ്ഞു? ഞാൻ വരും. ഞാൻ പോയി റെഡി ആവട്ടെ. വിക്രം, പ്ലാൻ വർക്കൗട്ടായി. തിയേറ്ററിലെ ഇരുട്ടില് അവളൊന്ന് സെറ്റാക്കാൻ നോക്കിക്കോ. വീട്ടിലെ പോലെ ഒഴിഞ്ഞു മാറി ഓടത്തൊന്നുമില്ലല്ലോ.
ഏട്ടാ കൈവിട്, ആരെങ്കിലും കാണും. ആരും കാണില്ല അഞ്ജലി. സിനിമ കാണുന്നവർ കാണട്ടെ, നമുക്ക് നമ്മുടെ സിനിമ തുടങ്ങാം. ഏട്ടാ എനിക്ക് എന്തോ പോലെ തോന്നുന്നു. വയറ്റിൽ ലഡു പൊട്ടുന്ന പോലെയല്ല, വലിയൊരു പടക്കം പൊട്ടുന്ന പോലെ. അത് പടക്കല്ല അഞ്ജലി, അത് നിന്റെ ഉള്ളിൽ പ്രണയാണ്. പതുക്കെ അത് കത്തി തുടങ്ങട്ടെ, അവസാനം അതാണ് പൊട്ടിത്തെറിക്കട്ടെ. ഏട്ടൻ ഇത്രയും അടുത്ത് വരുമ്പോൾ എനിക്കെന്തോ പപ്പടം ഇറക്കുന്ന ചൂട് പോലെ തോന്നുന്നു. പപ്പടം മറക്കുന്ന ചൂടോ? ഈശ്വര, ഫ്ലോ പിന്നും പിന്നും പോവുകയാണല്ലോ. ഏട്ടാ മാറിക്കേ, അമ്മ വരും. ഈ നേരത്താണ് ഏട്ടൻ്റെ കയറിപ്പിടുത്തം. അമ്മ വന്ന എന്താ, നമ്മൾ കല്യാണം കഴിഞ്ഞവരല്ലേ. എനിക്ക് വിശക്കുന്ന അഞ്ജലി. ചായയല്ല, വേറെ എന്തെങ്കിലും കടി വേണം. കടി വേണമെങ്കിൽ ഡബിൾ ബിസ്ക്കറ്റ് ഉണ്ട് കേട്ടാ, ഞാൻ എടുത്തു തരാം. ബിസ്ക്കറ്റ് അല്ല അഞ്ജലി, എനിക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒന്നാ വേണ്ടേ. കടിക്കും തോറും മധുരം കൂടി കൂടി വരുന്നത്, കടിച്ചാൽ മുറിഞ്ഞു പോവാത്തത്. കടിക്കുന്നോറും മധുരം കൂടി കൂടി വരുന്നതോ? എങ്കിൽ ഒരു കാര്യം ചെയ്യേ, അടുക്കളയിൽ ഡപ്പയിൽ ഇരിക്കുന്നുണ്ട് കുറച്ച് ശർക്കര, അതെടുത്ത് കടിച്ചോളൂ. കുറച്ച് ഹാർഡാണ്, എങ്കിൽ ഏട്ടനെ കൊണ്ട് പറ്റും തോന്നുന്നു. എന്താ ഇവിടെ ഒരു ബഹളം? വിക്രം, നീ ആ കുട്ടിനെ പണിയെടുക്കാൻ സമ്മതിക്കില്ലേ? അതമ്മ, ഇവിടെ എനിക്ക് കടി തരുന്നില്ല എന്നൊരു പരാതി പറയായിരുന്നു. ചായ മാത്രമേ തന്നുള്ളൂ. അഞ്ജലി, നീ മൊത്തത്തിൽ അടിപൊളിയാ. പക്ഷെ വായി തുറന്നാ പോയി കഥ. സകലമാന മൂടും കളയും. ഒരു കാര്യം ചെയ്യേണ്ടി വരും, നിന്റെ ഈ വായൊന്ന് ലോക്ക് ഇടേണ്ടി വരും. ലോക്ക് ചെയ്യാനോ? അതിന് ഏട്ടൻ്റെ കയ്യിൽ താക്കോലുണ്ടോ? താക്കോൽ വേണ്ട അഞ്ജലി, എൻ്റെ ചുണ്ടുകൾ കൊണ്ട് നിന്റെ ചുണ്ടുകളൊന്ന് ലോക്ക് ചെയ്താൽ മതി. ഒന്ന് ട്രൈ ചെയ്യട്ടെ. എനിക്ക് പെട്ടെന്ന് ദാഹിക്കുന്നു, ഞാൻ പോയി വെള്ളം കുടിക്കട്ടെ. വെള്ളം കുടിക്കണ്ട, ദാഹം മാറ്റാൻ വേറെ വഴിയുണ്ട്. നീ പതുക്കെ കണ്ണടച്ചേ. കണ്ണടച്ചേട്ടാ? അതേ, കണ്ണടച്ചിട്ട് അണ്ണാക്കിലേക്ക് വെള്ളം ഒഴിച്ച് തരിപ്പി കയറൂട്ടോ. നീ എഴുന്നേറ്റ് എന്നിട്ട് അടുക്കളയിൽ പോയി വെള്ളം കുടിച്ചോ. അല്ലാതെ ഇതൊന്നും വർക്കാവുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. ചേച്ചി, ഇങ്ങനെ പോയാൽ ശരിയാവില്ല. വിക്രമായിട്ട് പാവമായതുകൊണ്ട് സഹിക്കുന്നു. നീ ഒന്ന് റൊമാൻറ്റിക് ആയില്ലെങ്കിൽ പുള്ളിക്ക് വല്ല ഭ്രാന്ത് പിടിക്കൂട്ടോ. ഞാൻ റൊമാൻറ്റിക് ആണല്ലോ മീനു, നീ പണ്ടെപ്പോഴും പറയാറില്ലേ ഞാൻ നല്ല റൊമാൻറ്റിക് ആണ്, ഫ്ലോട്ടി ആണെന്നൊക്കെ. എന്നിട്ടിപ്പോൾ എന്താ ഇങ്ങനെ പറയുന്നേ? ചേച്ചിയുടെ കല്യാണം കഴിയുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരുന്നത്, പിന്നല്ല മനസ്സിലായത്. ഏട്ടൻ ഓരോന്ന് പറയുമ്പോൾ ചേച്ചി തിരിച്ചു കൊടുക്കുന്ന മറുപടി കേട്ടാൽ ഞങ്ങൾക്ക് പോലും തല കറങ്ങും. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ട്യൂഷൻ തരാൻ പോകാം.
ട്യൂഷനോ? ഇതിനും ഫീസ് വല്ലതും വേണോ? ഫീസ് ഒന്നും വേണ്ട, പക്ഷെ ഡെഡിക്കേഷൻ വേണം. ഞാനിപ്പോൾ വിക്രമായിട്ട് അഭിനയിക്കും. നീ വിക്രമിനോട് എങ്ങനെ പെരുമാറണമെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. അതുപോലെ അങ്ങ് ചെയ്താൽ മതി. അഞ്ജലി, നിന്റെ ഈ കണ്ണുകൾ കണ്ടാൽ എനിക്കെല്ലാം മറക്കാൻ തോന്നുന്നു. ഇങ്ങനെ വിക്രം പറഞ്ഞാൽ നീ എന്തു പറയും? ഞാൻ റിയൽ ആയിട്ട് ഏട്ടനോട് എങ്ങനെ പറയാന്ന് പറയണം അല്ലേ? എന്നോട് അങ്ങനെ പറഞ്ഞാൽ ഞാൻ പറയും, എങ്കിൽ എൻ്റെ കണ്ണിൽ നോക്കാതിരിക്കുന്നത് നല്ലതെന്ന്. എല്ലാം മറന്നു കഴിഞ്ഞ് പെട്ടെന്ന് നീ ആരാ ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യാ? ഞാൻ എങ്ങനെ പറയൂ? ആഹാ, അന്തസ്. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? ഇതൊന്നും നടക്കില്ല എൻ്റെ മീനു. എൻ്റെ ഈശ്വര, അതല്ല ചേച്ചി പറയേണ്ടത്. ഏട്ടൻ കണ്ണിൻ്റെ കാര്യം പറയുമ്പോൾ ചേച്ചി പതുക്കെ ഏട്ടൻ്റെ തോളിലേക്ക് ചാടിയിട്ട്, ഏട്ടാ എനിക്ക് ഏട്ടൻ്റെ നെഞ്ചിൽ ചൂടേറ്റ് ഇങ്ങനെ ഇരുന്നാൽ മതി എന്ന് പറയണം. എന്തേലും ലോജിക്ക് വേണ്ടേ? ചൂടേറ്റാൽ വേർക്കില്ല മീനു. അഞ്ജലി, ലോജിക്ക് നോക്കരുത്. റൊമാൻസിൽ ലോജിക്കില്ല, മാജിക് മാത്രമേ ഉള്ളൂ. നമുക്കൊന്നുകൂടി നോക്കാം. വിക്രം നിന്നെ കെട്ടിപ്പിടിക്കാൻ വന്നാ എന്ത് ചെയ്യും? ഞാൻ വേഗം കുതിരി മാറും. എനിക്ക് ഇക്കിൽ വരുമോ അബി? ഇക്കിൽ വന്നാൽ സഹിക്കണം ചേച്ചി. എന്നിട്ട് വിക്രമേട്ടൻ്റെ കണ്ണിൽ നോക്കി പതുക്കെ ചോദിക്കണം, ഏട്ടാ ഇന്ന് രാത്രി നമുക്ക് ഉറങ്ങാതിരുന്നാലോ? ഹേ, ഉറങ്ങാതിരിക്കാനോ? നടക്കില്ല മീനു. എനിക്ക് ഉറങ്ങാതിരുന്ന പിറ്റേന്ന് തലവേദന എടുക്കും. അഞ്ജലി, ഇത് റൊമാൻറ്റിക്കായി ചോദിക്കുന്നതാ. അതിനടുത്ത് ഉറങ്ങണ്ടെന്നല്ല, നമുക്ക് പ്രണയിക്കാം എന്നാണ്. ഓ അങ്ങനെ. ശരി, വിക്രമേട്ട എന്ന് വരട്ടെ. നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ വെച്ചിട്ട് ഞാൻ അടിപൊളി റൊമാൻറ്റിക് ആയി കാണിച്ചു തരാം. അഞ്ജലി, എനിക്ക് നല്ല തലവേദന. ഒരു ചായ എടുക്കാൻ പറ്റുമോ? ഏട്ടാ, ചായ അല്ല ഏട്ടന് ഇപ്പോൾ വേണ്ടത്. എൻ്റെ നെഞ്ചിലെ ചൂടാണ്. എന്ത്? നിനക്ക് വല്ല പനിയുണ്ടോ അഞ്ജലി? ഏട്ടാ, ഇന്ന് രാത്രി നമുക്ക് ഉറങ്ങണ്ട. അഞ്ജലി, നീ എന്തൊക്കെയാ പറയുന്നേ? നിനക്ക് ഉറക്കം വരുന്നുണ്ടോ? എങ്കിൽ പോയി കിടന്ന് ഉറങ്ങിക്കോ. ഈ അബി മീനു എന്നെ ചതിച്ചല്ലോ. ഇതൊന്നും വർക്കാവാത്ത സാധനങ്ങളാ. ഏട്ടാ, ഞാനൊരു മാജിക് കാണിക്കാൻ നോക്കിയതാ. ഏട്ടനത് മനസ്സിലായില്ലല്ലോ. അപ്പൊ മിനിയുടെ ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞു അല്ലേ? അഞ്ജലി, നിനക്ക് ഈ ഡയലോഗ് ഒന്നും ചെയ്യാറില്ല. നീ നിന്റെ പഴയ വായനോട്ടെ തന്നെ മതി. ചേച്ചി ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു? നീയും നിന്റെ ഒരു ട്യൂഷനും ആ ഡയലോഗൊക്കെ പഴയതാ. അതൊന്നും വർക്കാവുന്നുണ്ടായിരുന്നില്ല. ഏട്ടൻ എന്നോട് ചോദിച്ചു നിനക്ക് പനിയുണ്ടോന്നാ. എൻ്റെ റൊമാൻസ് മൊത്തം വെള്ളത്തിലായി. നീ എന്തിനാ എങ്ങനെ ചെയ്തേ? ആ പാവം എത്ര കഷ്ടപ്പെട്ടിട്ടാന്നറിയ ഡയലോഗൊക്കെ പഠിച്ചു വന്നത്. ഒന്ന് സഹകരിച്ച് നിൽക്കേണ്ടതായിരുന്നില്ലേ? എൻ്റെ പൊന്നബി, കുറച്ചെങ്കിലും റൊമാൻറ്റിക് ആയിട്ടായിരുന്നെങ്കിൽ സഹിക്കായിരുന്നു. ഇതിപ്പോ പെട്ടെന്ന് കണ്ണു മുറുക്കി അടച്ചോണ്ട് പിച്ചും പേരും പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ എങ്ങാനും വിചാരിച്ചു പനി വില കൂടിയതാണോ, അതിനി ഉറക്കത്തിന്റെ കുറവോ മറ്റോ ആണെന്ന്. അതെനിക്ക് പറയുമ്പോൾ ഇക്കിൽ വരുന്നുണ്ടായിരുന്നു. പോരാത്തതിന് പഠിച്ചൊക്കെ മറന്നു പോയാലോന്ന് വിചാരിച്ച് കണ്ണടച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് പറഞ്ഞതാ, അല്ലാതെ വേറെ ഒന്നുമല്ല. കണ്ണടച്ചിട്ടാണോ ചേച്ചി റൊമാൻറ്റിക്കായി പറഞ്ഞത്? വിക്രമേട്ടൻ്റെ കണ്ണിൽ നോക്കിയില്ല വാ ഒന്ന് തുറക്കണ്ടേ? മീനു, അബി, മതി. ഇനി അവൾ ആരും ഒന്ന് റൊമാൻസ് ഒന്നും പഠിപ്പിക്കണ്ട. അതൊക്കെ ഒരു ഫീലാണ്. അത് സ്വയം വരേണ്ട കാര്യങ്ങളാ. അതൊന്നും ഒരാൾ പഠിപ്പിച്ചു കൊടുത്തിട്ട് കാര്യമില്ല. നിങ്ങളിങ്ങനെ നിർബന്ധിച്ച് പഠിപ്പിച്ചു കൊടുത്താൽ അതൊരു പരീക്ഷ എഴുതുന്ന ഫീലേ ഉണ്ടാവുള്ളൂ. അത് അവൾക്ക് തന്നെ തന്നെ വരട്ടെ. അതിനൊരു സുഖമുണ്ട്. പിറ്റേ ദിവസം വിക്രം ഓഫീസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിങ്ങിനായി തയ്യാറെടുക്കുകയാണ്.
ഒരു വലിയ ബിസിനസ് ഡീലിന്റെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് ഒരു ഫയലിലാക്കി മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അഞ്ജലി, ഈ ഫയൽ ഇവിടെ ഇരിക്കട്ടെ, ഞാൻ കുളിച്ചിട്ട് വരാം. ഇതിലൊന്നും പോലും കളയരുത്. എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ പ്രൊജക്റ്റാ. ശരി ഏട്ടാ, ഞാൻ നോക്കിക്കോളാം. വിക്രം അകത്തേക്ക് പോകുന്നു. അപ്പോഴാണ് അഞ്ജലിക്ക് മീനുവിന്റെ കോൾ വരുന്നത്. സംസാരത്തിനിടയിൽ അഞ്ജലി അറിയാതെ മേശപ്പുറത്ത് ഇരുന്ന വെള്ളം ഫയലിലേക്ക് തട്ടിമറിയുന്നു. പേപ്പറുകൾ മൊത്തം നനഞ്ഞു കുതിരുന്നു. പരിഭ്രമിച്ച അഞ്ജലി അത് ഉണക്കാൻ വേണ്ടി അയൺ ബോക്സ് ഉപയോഗിക്കുന്നു. പക്ഷെ ചൂട് കൂടി പേപ്പറുകൾ കരിഞ്ഞു പോകുന്നു. വിക്രം വന്ന് കരിഞ്ഞ പേപ്പറുകൾ കാണുന്നു. അയാൾ സ്തംഭിച്ചു നിന്നുപോയി. അഞ്ജലി, നീ ഇതെന്തേ കാണിച്ചത്? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇതെനിക്ക് എത്ര പ്രധാനപ്പെട്ടതാണെന്ന്. ഏട്ടാ, ഞാൻ വെള്ളം തട്ടിപ്പോയപ്പോ അത് ഉണക്കാൻ നോക്കിയതാ. അബദ്ധം പറ്റിയതാ ഏട്ടാ. അബദ്ധം പോലും? നിനക്ക് എപ്പോഴും എല്ലാം അബദ്ധമാണ്. ജീവിതം ഒരു തമാശയായിട്ടാണോ നീ കാണുന്നത്? ഈ പക്വതയില്ലായ്മ കൊണ്ട് നീ എൻ്റെ മാസങ്ങളുടെ അധ്വാനം നശിപ്പിച്ചത്. ദയവ് ചെയ്ത് എന്നെ മുന്നിൽ നിന്നും മാറി തരുമോ? അഞ്ജലി, നീ ഇപ്പോഴും കരയുവാണോ? ഐ എം സോറി. ഞാൻ കാരണം എനിക്കറിയാണ്ട് പറ്റിപ്പോയതാ. നീ കാരണമല്ല, ഞാൻ കാരണം. എത്ര വലിയ കാര്യമാണെങ്കിലും ഒരു നിമിഷത്തെ ദേഷ്യത്തിൻ്റെ പേരിൽ നിന്റെ ഈ കണ്ണ് നനയ്ക്കാൻ പാടില്ലായിരുന്നു. ഞാൻ കാരണത്. ഐ എം റിയലി സോറി അഞ്ജലി. ആദ്യമായി കണ്ടത് മുതലേ എപ്പോഴും ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടേ ഉള്ളൂ. എന്നിട്ട് എന്നോട് എങ്ങനെ പെരുമാറാൻ കഴിയുന്നേ? ഇതിനൊക്കെ പകരം ഞാൻ എന്താ തരേണ്ടേ? പകരമായിട്ട് എൻ്റെ മുമ്പിലൊരു കൊച്ചുകുട്ടിയെ പോലെ നിൽക്കണം. ഞാൻ പറയുന്നതൊക്കെ അനുസരിച്ച് തിരിച്ചൊന്നും പറയാതെ. മുത്തശ്ശി, മമ്മ പപ്പയുടെ മോളാണോ? കുഞ്ഞിനെന്താ പെങ്ങളുടെ സംശയം തോന്നാൻ? മമ്മ പപ്പയുടെ ഭാര്യയല്ലേ? കണ്ടില്ലേ, ശർമ്മ കണ്ട പ്രായം തോന്നില്ല. വിക്രമേട്ടാ, ഇപ്പൊ നമ്മുടെ കുഞ്ഞു പോലും ചോദിക്കണ കേട്ടോ. അതൊന്നല്ല മമ്മ, രാത്രി മമ്മ പപ്പയെ ഡാഡിന്ന് വിളിക്കുന്ന കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ.